എവിടെയെങ്കിലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ ലോക്ക് ആവും. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഓട്ടോ ലോക്ക് ആവാതിരിക്കാനുള്ള 1-2 സെറ്റിംഗ് അടങ്ങിയ വീഡിയോ ആണിത്. അപ്പോൾ അത് എന്തെല്ലാമാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ സ്മാർട്ട് ലോക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഈ സെർച്ച് ചെയ്തതിൻ്റെ താഴെയായിട്ട് ഇവിടെ സ്മാർട്ട് ലോക്ക് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആയിട്ട് വീണ്ടും സ്മാർട്ട് ലോക്ക് എന്ന് കാണാൻ സാധിക്കും. ഇവിടെയും ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ആയിട്ട് ഫിംഗർ പ്രിന്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് കൊടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ആയ പേജിൽ നമുക്കിവിടെ ഓൺ ബോഡി ഡിറ്റക്ഷൻ, ട്രസ്റ്റഡ് പ്ലേസ്, ട്രസ്റ്റഡ് ഡിവൈസ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഓൺ ബോഡി ഡിറ്റക്ഷൻ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഈ ഓപ്പൺ ആയെടുത്ത് നമുക്ക് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ലോക്ക് ആകാതെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കും. ഇതിന്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ട് പല കാര്യങ്ങൾ സെർച്ച് ചെയ്തു ഇങ്ങനെയൊക്കെ പല ജോലികൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊബൈൽ ലോക്ക് ആയിക്കൊണ്ടിരുന്നാൽ അതൊരു ബുദ്ധിമുട്ടായി തീരും. അങ്ങനെ ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കിത് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് എനേബിൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ട്രസ്റ്റഡ് പ്ലേസ്, അതെന്താണെന്ന് നോക്കാം. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴോ നമ്മൾ ഡെയിലി പോകുന്ന ഓഫീസോ ഇതിലെവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് മൊബൈലിന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലൊക്കേഷൻ ആക്റ്റീവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ ആക്റ്റീവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൊക്കേഷൻ വരുമ്പോൾ നമ്മുടെ മൊബൈൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അൺലോക്ക് ആവുന്നതായിരിക്കും. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ആഡ് ട്രസ്റ്റഡ് പ്ലേസ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥലം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള ട്രസ്റ്റഡ് ഡിവൈസ് ആണ്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പല ഡിവൈസുകളുണ്ട്. അത് വാച്ച് ആകാം, ഇയർബഡ്സ് ആകാം, നിങ്ങൾ കാർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കാറിൽ ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള എല്ലാ ഡിവൈസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ, ഉദാഹരണത്തിന് നിങ്ങൾ കാറിൽ കയറുമ്പോൾ കാറിലെ ബ്ലൂടൂത്ത് മൊബൈലുമായിട്ട് കണക്ട് ആവുകയും നിങ്ങളുടെ മൊബൈൽ അൺലോക്ക് ആവുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആഡ് ട്രസ്റ്റഡ് ഡിവൈസ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങളുടെ ബ്ലൂടൂത്ത് നിങ്ങൾ ഓൺ ചെയ്യാനായിട്ട് മറക്കരുത്. ബ്ലൂടൂത്ത് ഓൺ ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈസ് കാണാനായിട്ട് സാധിക്കും. അതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡിവൈസ് ഒന്നും നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഡിവൈസ് അല്ല എന്നുണ്ടെങ്കിൽ താഴെയായിട്ട് കാണുന്ന വേർ ന്യൂ ഡിവൈസ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.